പ്രിയപ്പെട്ട കുട്ടികളെ, IT എക്സാം പ്രാക്ടിക്കൽ വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗ്രൂപ്പ് 1-ലെ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഗ്രൂപ്പ് 1-ൽ 3 സോഫ്റ്റ്വെയറുകളിലായിട്ട് അല്ലെ 3 അധ്യായങ്ങളിലായിട്ട് വരുന്ന ചോദ്യങ്ങൾ വരും. അതിൽ ആദ്യം നമ്മൾ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് QGIS ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതേ ഗ്രൂപ്പിൽ സൺക്ലോക്ക് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും ചോദിക്കും. അപ്പോൾ സൺക്ലോക്ക് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പാർട്ട് 3-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഒരു ചോദ്യം. ഓപ്പൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനാണ് പറയുന്നത്. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ടൈം സോൺ മാപ്പ് അപ്പോൾ തുറന്ന് വരുമ്പോൾ ടൈം സോൺ മാപ്പ് ഉണ്ടാവില്ല, അത് നമ്മൾ ടൈം സോൺ മാപ്പ് അവിടെ ഡിസ്പ്ലേ ആക്കണം. ഷോ ദ ലോങ്ങിറ്റ്യൂഡൽ ലൈൻ ആൻഡ് മെയിൻ ലാറ്റിറ്റ്യൂഡൽ ലൈൻസ്. നമുക്കറിയാം ലോങ്ങിറ്റ്യൂഡലും ലാറ്റിറ്റ്യൂഡൽ ലൈൻസുകളുണ്ട് നമുക്കറിയാം മാപ്പിൽ. അപ്പോൾ ആ ലൈൻസുകളെല്ലാം നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. മൂന്നാമത്തേത് റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റോട് കൂടിയിട്ടായിരിക്കും ആ മാപ്പ് അവിടെ വരിക. അതിൻ്റെ സെപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനും സേവ് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, അപ്പോൾ അത് വിഷമമില്ല. അപ്പോൾ നമുക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് നോക്കാം. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എവിടെയാണുള്ളത്? ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിലാണുള്ളത്. എഡ്യൂക്കേഷൻസിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ ആണെന്നറിയാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സൺക്ലോക്ക്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എപ്പോഴും വരുന്നത് ഒരു മിനിമം വിൻഡോയിലാണ് വരും. അതിനെ നമ്മൾ നടുവിലത്തെ ബട്ടനെ മാക്സിമൈസ് വിൻഡോ അമർത്തി ചെയ്യും. ഇതാണ് നമ്മുടെ. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം കുറേ ഭാഗങ്ങൾ ഇരുട്ടാണ്, കുറേ ഭാഗങ്ങൾ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം ഈ രാജ്യങ്ങളെല്ലാം ഇരുട്ടിലാണെന്നും ആ ഇരുട്ട് ഡാർക്ക് കളറിൽ കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇപ്പം രാത്രിയാണെന്നും വെളിച്ചം കിടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പകലാണെന്നും അറിയാം. നമുക്കറിയാം ഈ സമയത്ത് ഇന്ത്യയിൽ പകലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു മെനു വരണം. മെനു ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെനു ബാർ വരും. അപ്പോൾ ഈ ക്ലോക്ക് വെയറിൽ മാക്സിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെനു വരും. ഈ മെനുവിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടാണ്, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മെനു ഉള്ളത്. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇതെല്ലാം നമുക്ക് ഈ 3 ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാണ്ട് ആ 3 ചോദ്യങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ്. അപ്പോൾ ടൈം സോൺ മാപ്പ് കാണിക്കണം. ടൈം സോൺ അപ്പോൾ നമുക്കറിയാം 24 ടൈം സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ലോക ഭൂപടത്തെ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും 2-3 വഴിയിൽ നമുക്കിത് കാണാം. നമുക്ക് ഏറ്റവും എളുപ്പം സ്പേസ് ബാർ അമർത്തിയാൽ മതി. സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ ടൈം സോൺ മാപ്പ് വരും. എന്നിട്ട് നമ്മുടെ മൗസ് ഒന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ ആ ടൈം സോൺ മാപ്പ് നമ്മുടെ വലിയ മാപ്പിലേക്ക് വരും. ഇപ്പോൾ കാണുന്നില്ലേ, റെഡ് ലൈൻസിൽ കുറേ കാണുന്നില്ലേ, ഇത് ഓരോ ടൈം സോണാണ്. അതിൽ ഓരോന്ന് കാണാം. 0, +1, +2 താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതൊക്കെ ഓരോ ടൈംസാണ്. ഇത് +1 ടൈം സോൺ, +2 ടൈം സോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി. എളുപ്പമല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് ഷോ ദ ലോങ്ങിറ്റ്യൂഡൽ ലൈൻ ആൻഡ് മെയിൻ ലൈൻ. ലോങ്ങിറ്റ്യൂഡൽ ലൈനും ലാറ്റിറ്റ്യൂഡ്. ഈ ലോങ്ങിറ്റ്യൂഡൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ലോങ്ങിറ്റ്യൂഡ് ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഈ ലോങ്ങിറ്റ്യൂഡൽ ലൈൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖാംശ രേഖകൾ. അപ്പോൾ രേഖാംശ രേഖകൾ കാണിക്കണം, അതുപോലെ തന്നെ അക്ഷാംശ രേഖകളും കാണിക്കണം. എല്ലാ അക്ഷാംശം വേണമെന്ന് പറഞ്ഞിട്ടില്ല അവർ, മെയിനായിട്ടുള്ള അക്ഷാംശ രേഖകൾ കാണിച്ചാൽ മതി. അപ്പോൾ മെയിനായിട്ടുള്ള അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ രേഖാംശ രേഖകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറിഡിയൻസ് ആണ്, M എന്ന് ഓർക്കുക. രേഖാംശ രേഖകൾക്ക് M ആണ്. അപ്പോൾ ഇതിനകത്ത് M എന്ന് കാണാം. M ആ M ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രേഖാംശ രേഖകൾ കാണും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രേഖാംശ രേഖകളുടെ ഡിഗ്രി കാണിക്കും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇതാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പം ആ M കൃത്യമായിട്ട് 1, അപ്പോൾ രേഖകൾ വന്നു. 2 അതിൻ്റെ ഡിഗ്രി വന്നു. 3 ഡിഗ്രി പോയി, പിന്നെ അതങ്ങ് പോകും. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ഡിഗ്രിയോട് കൂടിയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് കാണാം ചെറിയൊരു ഡോട്ടഡ് ലൈനായിട്ട് നമ്മൾ ഓരോ റെഡ് ലൈനിൻ്റെ ഇടയിലും വന്നിട്ടുണ്ട്. അപ്പോൾ രേഖാംശ രേഖകൾ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡൽ ലൈൻസ് ക്ലിക്ക് ചെയ്തു. ഇനി മെയിനായിട്ടുള്ള ലാറ്റിറ്റ്യൂഡൽ ലൈൻസ്, അതിന് മെയിനായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയേണ്ടത് T ആണ് അമർത്തേണ്ടത്. അപ്പോൾ എമ്മിൻ്റെ തൊട്ട് MPT ഓർക്കുക. MPT ഇതാണ് ഈ ലൈൻസുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള ബട്ടണുകൾ. M മെറിഡിയൻസിനാണ്, P പ്രോഗ്രസീവ് ലൈൻസാണ്, T ട്രോപ്പിക്കൽ ലൈൻസാണ്. അത് നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേഖാംശ രേഖകൾ, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷാംശ രേഖകൾ, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള അക്ഷാംശ രേഖകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇനി നമുക്ക് മെയിനായിട്ടുള്ള ടി ആണ് അമർത്തുന്നത്. ടി അമർത്തുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഒറിജോണ്ടലായിട്ട് കുറേ ലൈനുകൾ വന്ന് കിടക്കുന്നു. അതിൽ ഇക്വേറ്റർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കപ്രിക്കോൺ ഉണ്ട്, ആർട്ടിക്, അന്റാർട്ടിക് എന്നൊക്കെ പറയുന്ന ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ, ഈ രേഖകളെയാണ് മെയിനായിട്ടുള്ള നമ്മൾ പറയുന്ന അക്ഷാംശ രേഖകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താണ്? റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റിൻ്റെ റിമൂവ് ദ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് കാണുന്നത് ഇത് രാവും പകലും അല്ലാത്ത രീതിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വൈ ആണ്. വൈ അല്ല, സോറി, എൻ ഡ്രോ എൻ നൈറ്റ് എന്ന് ഓർത്താൽ മതി. എൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഫെയ്ഡായി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫെയ്ഡായി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫെയ്ഡായി, ഒന്നുകൂടി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേഷൻസ് ഒഴിവായി. ഇത്രയും വർക്കുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 3 വർക്കുകളും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡേ ആൻഡ് നൈറ്റിൻ്റെ ഓർമ്മിച്ച് വെക്കുക. ഡേ ആൻഡ് നൈറ്റിൻ്റെ സെപ്പറേഷൻസ് ഒഴിവാക്കാൻ ആണ് എൻ കീ, നൈറ്റ് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തു? ഫുള്ള് നമ്മൾ മാപ്പ് മാത്രമായി, രാവും പകലും ഇല്ലാത്ത ഒരു മാപ്പ്. ഇനി ഇതിൻ്റെ പ്രിൻ്റ് സ്ക്രീൻ എടുക്കണം, സേവ് ചെയ്യണം. അതേ വർക്ക് ബാക്കിയുള്ളൂ. പ്രിൻ്റ് സ്ക്രീൻ അമർത്തി, നമുക്കറിയാം പ്രിൻ്റ് സ്ക്രീൻ അമർത്തി കഴിഞ്ഞാൽ പോകുന്നത് പിക്ചേഴ്സിലേക്കാണ്. പ്ലേസസ് പിക്ചേഴ്സ് എടുക്കുക. അപ്പോൾ അവസാനം വന്നതുണ്ടാവും. അത് കോപ്പി ചെയ്യുക, ഹോം എടുക്കുക, എക്സാം 10ലേക്ക് വരിക, സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതോടൊപ്പം അവിടെ നിങ്ങൾ റീനെയിം ചെയ്യുക, മറന്നു പോകരുത്, റീനെയിം ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രൂപ്പ് നമ്പർ ചേർത്ത് സേവ് ചെയ്യുക. ഇതോടുകൂടി ആ പ്രവർത്തനം കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. സൺക്ലോക്കിൻ്റെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഓർക്കുക, ഓരോ അക്ഷരങ്ങൾ എന്തിനാണുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് MPT, പിന്നെ നമ്മൾ നോക്കിയത് N, ഈ 4 അക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുപോലെ തന്നെ ടൈം സോൺ വരാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ അല്ലെങ്കിൽ അവിടെ എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നൊരു കീ കൂടി ഉണ്ട് ആ മെനു ബാറിൽ, അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് ദി സൺ ആൻഡ് മൂൺ ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ ഓൺ 21st December 2024 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്തിട്ട്, ഇന്ത്യയിലാകെ 4 സിറ്റികൾ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതിലേതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്തിട്ട് ആ ഡേറ്റ് 21st December 24 December 21 ഇതിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഹിൻഡ് വായിച്ച് നോക്കണം നിങ്ങൾ. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് അതിനകത്ത് ഇടുക. പിന്നെ സ്യൂട്ടബിൾ ചേഞ്ചസ്, പ്രോഗ്രസ് വാല്യൂവിൽ സ്യൂട്ടബിൾ ചേഞ്ചസും വരുത്തി അഡ്ജസ്റ്റ് ഡേറ്റ് ചെയ്യുക. ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്, ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്, അതും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സൺ ക്ലോക്ക് തുറക്കാം. സൺ ക്ലോക്ക് ആപ്ലിക്കേഷൻസിൽ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷനിലാണ് സൺ ക്ലോക്ക് ഉള്ളത്. സൺ ക്ലോക്ക് തുറക്കുന്നു. സൺ ക്ലോക്ക് തുറന്നു വരുമ്പോൾ വളരെ ചെറുതായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. നടുവിലത്തെ മാക്സിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൽ ടൈം സോൺ കൊണ്ടുവരണം. സ്പേസ് ബാർ അമർത്താം. സ്പേസ് ബാർ അമർത്തി വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു വരും. മെനു അഥവാ വന്നില്ലെങ്കിൽ, അഥവാ ഏതെങ്കിലും കാരണവശാൽ മെനു ബാർ നിങ്ങളോട് ക്ലോസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത മെനു ബാർ വരുന്നില്ലെങ്കിൽ ഓർമ്മിക്കുക, എച്ച് എന്ന് പറയുന്ന ഒരു കീ അമർത്തിയാൽ മതി. ഹൈഡ് എന്നുള്ള അർത്ഥത്തിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു കിട്ടും. അപ്പോൾ നമ്മൾ മെനു ബാർ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവർ ഹിൻഡിൽ നോക്കുക. ഡിസ്പ്ലേ ദ ടൈം സോൺ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് ഫയൽ, അഡ്ജസ്റ്റ് ഡേറ്റ് നോക്കുക. നമ്മൾ ഇതിൻ്റെ താഴെയാണ് ഡേറ്റ് ഉണ്ടാവുക. ഡേറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് January 7, 2025. നമുക്ക് മാറ്റേണ്ടത് ഈ 21st December 2024. അപ്പോൾ ബാക്കോട്ട് പോകണം. അപ്പോൾ ബാക്കോട്ട് പോകണം, കുറേ പോകാനുണ്ട് അല്ലേ, ഒരു മാസം വരെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ABG ആണ് അതിൻ്റെ ഈ ടൈമൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന 3 കീകൾ. ABG. ജിയിലാണ് പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. A എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ, ഫോർവേഡ്. B എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം G ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നും നോക്കുക. ആദ്യത്തെ 1 minute ആയിരിക്കും, പിന്നെ 1 hour, അടുത്ത ക്ലിക്കിങ് 1 day, അടുത്ത 7 days, അടുത്ത 30 days. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ജിയിൽ 30 days സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പിറകിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ B ആണ് അമർത്തുന്നത്. B ഓർമ്മിക്കുക, പിറകിലേക്ക് പോകാൻ. അപ്പോൾ B അമർത്തിയപ്പോൾ നമ്മൾ 8 December ആയി. അപ്പോൾ 8 December അല്ല വേണ്ടത്, നമുക്ക് 21st December വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജിയിൽ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഒരു 7 days സെറ്റ് ചെയ്യുക. എന്നിട്ട് A അമർത്തുക. അപ്പോൾ എന്താവും?
ഇപ്പോൾ നമ്മൾ 8 എന്നുള്ളത് 15ആയി. ഇനി ഒന്നും കൂടെ അമർത്തി കഴിഞ്ഞാൽ 22 ഡിസംബറായി. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 22 ഡിസംബറായി. പക്ഷേ നമുക്ക് വേണ്ടത് പിന്നെ 21 വേണ്ടത്. അപ്പോൾ നമ്മൾ ജിയിൽ 1 ഡേ സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടും പിന്നോട്ടും ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവർ പറഞ്ഞ ഡേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഓക്കെ 21 ഡിസംബർ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, സ്യൂട്ടബിൾ ചേഞ്ച് പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ഡേറ്റ്. ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്. സണ്ണിനെയും മൂണിനെയും കാണാൻ എന്നുള്ള കീ വൈ ആണ്. വൈ ഇങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ സണ്ണും മൂണും കാണാം. അപ്പോൾ സണ്ണും മൂണും കാണുന്ന രീതിയിലേക്ക് ആക്കുക. ഇപ്പോൾ സണ്ണും മൂണും അതിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈ അമർത്തിയിട്ട് സണ്ണ് മൂണ്, ഇതപ്പോൾ ഒരു സണ്ണുണ്ട് അല്ലേ, ഇത് മൂണ്, ഇതിവിടെ ഒരു സണ്ണുണ്ട്. ഓക്കെ, ആ രീതിയിൽ നിൽക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിൽ നോക്കുക, ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്. മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസും നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. മെയിൻ ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തതാണ്. മെയിൻ ലാറ്റിറ്റ്യൂഡ് ടി ആണ് അല്ലേ, അപ്പോൾ ടി അമർത്തി കഴിഞ്ഞാൽ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസുമായി. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കുക. അപ്പം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, സൂര്യനുണ്ട് ഉത്തരായന രേഖയിലാണുള്ളത് അല്ലേ, സൂര്യൻ ഉത്തരായന രേഖയിലാണ്. ചന്ദ്രനാണെങ്കിൽ ഏകദേശം ഭൂമധ്യ രേഖയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്കിങ്ങനെ കാണാം. ഓക്കെ, ഇത്രയും ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്, ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്. അത്രയും നമ്മൾ ചെയ്തിട്ട് പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്തു, ടൈം സോൺ ചെയ്തു, പിന്നെ പ്രോഗ്രസ് വാല്യൂ വെച്ചിട്ട് ഡേറ്റ് സെറ്റ് ചെയ്തു, സണ്ണും മൂണും മാപ്പിൽ കാണിച്ചു, മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസും കാണിച്ചു. അപ്പം ആ രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിൻ്റ് സ്ക്രീൻ കൊടുക്കുക. പ്രിൻ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം ആയിട്ടുണ്ട്. പ്ലേസസിൽ പിക്ചേഴ്സിലാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലാസ്റ്റ് തന്നായിരിക്കും അതിനുള്ളവ. അത് കോപ്പി ചെയ്യുന്നു, ഹോമിലെ എക്സാം 10 സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ മാത്രം പോരാ, റീനെയിം ചെയ്യണം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ റീനെയിം ചെയ്യുക, _ ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കുക. ഇത്രയും വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ല, ടൈം സോൺ ക്ലിക്ക് ചെയ്തു, മെയിൻ ലാറ്റിറ്റ്യൂഡിൽ അല്ല മെയിൻ ട്രോപ്പിക്കൽ ലൈൻസ് കാണിച്ചു. ഡേറ്റ് സെറ്റിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട മെനുവിലെ ബട്ടൺസ് ABG. ജിയിലാണ് പ്രോഗ്രസ് വാല്യൂ, A ഫോർവേഡ്, B ബാക്ക്വേർഡ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ പറയുന്നത് സൺസെറ്റ് ടൈം ഇൻ ന്യൂഡൽഹി ചെയ്യാനാണ് പറഞ്ഞത്. 2023 നവംബർ 12 സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു സൺസെറ്റ് ടൈം നമ്മൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൺസെറ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ നമ്മൾ സൺ ക്ലോക്ക് എടുക്കുന്നു, ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു, എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് മെനു ബാർ കൊണ്ടുവരുന്നു, സ്പേസ് ബാർ അമർത്തിയിട്ട് ടൈം സോൺ കൊണ്ടുവരുന്നു. ഇത്രയും നമ്മളെല്ലാത്തിനും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ഹിൻഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൺക്ലോക്ക് സെലക്ട് ദ ലൊക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, ന്യൂഡൽഹി സൺസെറ്റ് ടൈം ന്യൂഡൽഹിയിൽ വരണം എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിൽ വരുന്ന രീതിയിൽ നമ്മൾ സൺസെറ്റ് ടൈം. അപ്പോൾ ന്യൂഡൽഹി നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇന്ത്യയുടെ മാപ്പ് നോക്കുക. ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം മുകൾ ഭാഗത്ത് നടുവിലായിട്ട് കിടക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും, കൃത്യമായിട്ട് കാണിക്കും, ന്യൂഡൽഹി എന്ന് നമ്മൾ ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ ന്യൂഡൽഹി ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2023 നവംബർ 12 സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മെനു ബാറിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനുവരി 7 അപ്പോൾ നവംബർ 2023 അപ്പോൾ ജിയിൽ നമ്മൾ ഒരു വലിയ നമ്പർ, ഏറ്റവും വലിയ 30 ഡേയ്സ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് പോവുക, ബി അമർത്തിയിട്ട് ഇങ്ങനെ കുറേ അമർത്തി കഴിയുമ്പോൾ 2024 മാറിയിട്ട് 2023 വരും. 2023 നമുക്ക് വേണ്ടത് നവംബർ 12 അപ്പോൾ നമ്മൾ നോക്കുക, ഏകദേശം നോക്കുക, നവംബർ 15 ആയിട്ടുണ്ട്. ഇനി നവംബർ 12 വേണ്ടത്. അപ്പോൾ ഒരു 3 ദിവസം പിറകോട്ട് വീണ്ടും പോകണം. അപ്പോൾ ജിയിൽ വീണ്ടും നമ്മൾ 1 ഡേ സെറ്റ് ചെയ്യുക. 1 ഡേ സെറ്റ് ചെയ്തിട്ട്
ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് 1 ഡേ ബൈ ഇപ്പം നമ്മൾ നവംബർ 13, 2023 ആയി. ഓക്കെ, അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് റൺ ദ ആനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺസ് ടു ഡാർക്ക്. അപ്പോൾ ഈ സിറ്റിയിൽ ഡൽഹിയിൽ എപ്പോഴാണ് ഈ അസ്തമയം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം എപ്പോഴാണ് എന്ന് കണ്ടുപിടിക്കലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആനിമേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ആനിമേഷൻ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ജിയിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആനിമേഷൻസ് ജിൻ്റെ ഡിഫോൾട്ടായിട്ട് 1 മിനിറ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഈ ആനിമേഷൻ വളരെ സ്പീഡിൽ പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആനിമേഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജിയിൽ എന്ത് ചെയ്യുക, 1 മിനിറ്റ് സെറ്റ് ചെയ്യുക. കാരണം അതിന് മുമ്പ് നമ്മൾ 1 ഡേയോ അല്ലെങ്കിൽ 30 ഡേയ്സോ 7 ഡേയ്സോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആനിമേഷൻ വർക്ക് ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ 7 ദിവസത്തെ മാറ്റങ്ങൾ അത് വരും. 7 ഡേയ്സ് ആണെങ്കിൽ, 30 ഡേയ്സ് ഒക്കെ ആണെങ്കിൽ 30 ദിവസത്തെ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നു പോകും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് ചെയ്തത്, അപ്പോൾ ഞാൻ 1 ഡേ സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ജിയിൽ പോയി നോക്കിയപ്പോൾ 1 മിനിറ്റ് ആണ്. ഓക്കെ, 1 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ എൻ്റർ കീൻ്റെ ഇടത് വശത്ത് കാണാൻ ഒരു സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് കീ ഉണ്ട്. സിംഗിൾ കോട്ട് കീ ആണ് നമ്മൾ അമർത്തുന്നത്. അപ്പോൾ കണ്ടോ ആനിമേഷൻ പോകുന്നുണ്ടോ. അപ്പോൾ അതിന് ആ ബട്ടൺ തന്നെ വീണ്ടും അമർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും, ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഒരേ ബട്ടണാണ്. എന്താണ് കോട്ട്, സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് കീ ഇല്ലേ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഡൽഹിയിൽ ഇരുടായി വരുമ്പോൾ, അതായത് സൂര്യാസ്തമയം വരുമ്പോൾ നമ്മൾ നിർത്തണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് സ്ക്രീൻ കൊടുക്കുക. പ്രിൻറ്റ് സ്ക്രീൻ കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റ് സ്ക്രീൻ കൊടുത്ത് ഫയലിൽ പോയിട്ട് പിക്ചറിൽ ഉണ്ടാവും, ലാസ്റ്റ് വന്നതുണ്ടാവും. ഓക്കെ, അത് നമ്മൾ കോപ്പി ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ ഹോമിലെ XM10 സേവ് ചെയ്യുന്നു. അത് അവിടെ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഗ്രൂപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സൺസെറ്റ് ടൈം. അപ്പോൾ സൺസെറ്റ് ടൈം നമ്മൾ കണ്ടു. വേണമെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. സൺസെറ്റ് ടൈം അന്ന് ആ ദിവസത്തെ സൺസെറ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 5:44 ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു. ഇത്രയും പക്ഷെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഈ 2 സോഫ്റ്റ്വെയറിലും ചോദ്യങ്ങൾ എപ്പോഴും വളരെ എളുപ്പമുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഗ്രൂപ്പ് 1 ഇപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ക്സ്കേപ്പിൽ 6 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. QGIS-ലെ 3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ സൺക്ലോക്കിലെ 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രത്യേകം ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇതിലേത് സോഫ്റ്റ്വെയറിലെ ചോദ്യവും വരാം. 2 ഓപ്ഷൻസും സൺക്ലോക്ക് തന്നെ വരാം, 2 ഓപ്ഷൻസും QGIS തന്നെ വരാം, 2 ഓപ്ഷൻസും ഇങ്ക്സ്കേപ്പും വരാം. അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ച് ഈ ഗ്രൂപ്പിലെ ചോദ്യങ്ങൾ ചെയ്യാൻ പോകരുത്. 3 സോഫ്റ്റ്വെയറുകളും കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് വരുന്നതിൽ ഏതാണോ എളുപ്പം അത് നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ സൺക്ലോക്കും QGIS ഒക്കെ വന്നു കഴിഞ്ഞാൽ വിടരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ക്സ്കേപ്പിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് എളുപ്പമാണ്. അപ്പം പേടിച്ചിട്ട് വിടരുത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ സൺക്ലോക്കിലെ മെനുകളൊക്കെ അല്ല നിങ്ങളുടെ തിയറി ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി എല്ലാ അക്ഷരങ്ങളൊക്കെ ഓരോന്ന് നോക്കുക. മെയിനായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. MPT, ABG ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള. ടൈം സെറ്റ് ചെയ്യാൻ ABG ആണ്. ലൈൻസുകളൊക്കെ സെറ്റ് ചെയ്യാൻ MPT ആണ്. അപ്പം നന്നായിട്ട് പഠിക്കുക, വീണ്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഗ്രൂപ്പ് 2-ലെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 3-ലെ ചോദ്യങ്ങളും ഗ്രൂപ്പ് 4-ലെ ചോദ്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.